ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഓണപരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. നമ്മളിനി കെമിസ്ട്രിയിലേക്ക് കടക്കുകയാണ്. മറ്റെല്ലാ എക്സാമുകളും വളരെ ഭംഗിയോടുകൂടി നിങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാകും. എല്ലാവർക്കും ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പോൾ കെമിസ്ട്രിക്കും നമുക്ക് എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് മേടിക്കണം. ആ ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടി വരാൻ പോകുന്ന 4 ചാപ്റ്ററുകൾ, ഫസ്റ്റ് ടൈമിന് വേണ്ടി നിങ്ങളുടെ സ്കൂളുകാർ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് സെലക്ട് ചെയ്തിരിക്കുന്ന 4 ചാപ്റ്ററുകൾ, ഫസ്റ്റ് 4 ചാപ്റ്റർ. ആ 4 ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ തൽക്കാലം ആ തന്ന ഒരു 25 ചോദ്യങ്ങളുണ്ട്. 25 ചോദ്യങ്ങൾ 4 ചാപ്റ്ററിൽ കൂടി 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരമാവധി സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, 90 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. ആ ഒരു ഭാഗത്ത് അതിനെ ബേസ് ചെയ്തതിന് ഒരുപാട് വരും. അപ്പൊ ഈ 4 ചാപ്റ്ററിലെയും കൂടുതൽ വിശദമാക്കാൻ ഞാൻ പോകുന്നില്ല. പകരം എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഏതെങ്കിലും 1-2 ചാപ്റ്ററുകൾ മാത്രം ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഞാൻ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ ആ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് എൻ്റെ ലക്ഷ്യം. നമ്മുടെ ആദ്യ ചാപ്റ്റർ, നമുക്ക് തന്നിരിക്കുന്ന ആദ്യ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതായിരുന്നു മക്കളെ? സൊല്യൂഷൻ ആണ്. അപ്പൊ ഈ സൊല്യൂഷന്റെ അകത്ത് ഞാൻ തന്നിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 6 ചോദ്യങ്ങൾ. ഈ 6 ചോദ്യങ്ങൾ ചിലവർ വിചാരിക്കും, സാർ 6 ചോദ്യം മതിയോ? ആകെ 90 മാർക്കിന്റെ ചോദ്യങ്ങൾക്കകത്ത് ഒരു 15 മാർക്കെങ്കിലും സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുണ്ടാകും. 15 മാർക്ക് കിട്ടാൻ ഈ 6 അല്ല, ഈ 6 ടോപ്പിക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ 6-ൽ ഒതുങ്ങുന്നില്ല. അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് ഇപ്പോഴെന്റെ ആവശ്യം. ഓക്കെ, ഇവിടെ കൂടുതൽ സമയം ഞാൻ അപഹരിക്കത്തില്ല. പഠിക്കേണ്ട രീതി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ വിടുന്നതായിരിക്കും. മക്കളെ, സൊല്യൂഷൻ എന്ന ചാപ്റ്ററിന്റെ അകത്ത് ഞാൻ നിങ്ങളോട് പഠിക്കാൻ ആവശ്യപ്പെട്ടത് ഇതൊക്കെയാണ്. ഞാനത് കുറിച്ചിടാം. ഒന്നാമത് പറഞ്ഞത് മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി. ശരിയല്ലേ? മൊളാരിറ്റിയും പഠിക്കാൻ പറഞ്ഞിരുന്നു. അവിടുന്ന് ഹെൻറീസ് ലോ പഠിക്കാൻ പറഞ്ഞിരുന്നു. 3 മോൾ ഫ്രാക്ഷൻ പഠിക്കാൻ പറഞ്ഞിരുന്നു. 4 റൗൾസ് ലോ, അല്ലെ? റൗൾസ് ലോ പറഞ്ഞിരുന്നു. 5 ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞിരുന്നു. 6 കൊളീഗേറ്റീവ് പ്രോപ്പർട്ടികളെ കുറിച്ച് പറഞ്ഞിരുന്നു. 7 അബ്നോർമൽ മോളാർ മാസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ കൂടി എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. അതിനനുസരിച്ച് ബാക്കി ചാപ്റ്ററുകളും ജസ്റ്റ് അങ്ങ് പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഇതിന്റെ അകത്ത് ഞാനിപ്പോ ഈ 6 എണ്ണം ഉദ്ദേശിച്ചത്, മക്കളെ നിങ്ങൾ പഠിക്കുമ്പോൾ മൊളാരിറ്റി നിങ്ങൾ എടുക്കുന്നു. എന്താണ് മൊളാരിറ്റി എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിന്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. നിർബന്ധമായ കാര്യമാണ്. മൊളാരിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നുള്ള ഇക്വേഷൻ ഇതിൽ കൂടി നിങ്ങൾ പഠിക്കണം. അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? മൊളാരിറ്റിയും പഠിക്കുമ്പോൾ അവിടുത്തെ ഇക്വേഷനും അതിന്റെ പ്രോബ്ലം ചെയ്ത് നോക്കിയിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മൊളാരിറ്റി കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രണ്ടും തമ്മിൽ തെറ്റിപ്പോകരുത്. എന്താണ് ഇക്വേഷനിൽ വരുന്നത്, എന്താണ് ന്യൂമറേറ്റർ, എന്താണ് ഡിനോമിനേറ്റർ, അവിടെ എന്താണ് വ്യത്യാസം, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതാണ് മൊളാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ മൊളാരിറ്റി എന്നൊരു ഡെഫിനിഷൻ മാത്രമല്ല, അതിനെ ബേസ് ചെയ്ത് എന്റെ പ്രോബ്ലം കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഇതെല്ലാം പഠിക്കുക എന്നുള്ളതാണ്. ഹെൻറീസ് ലോയിലേക്ക് വരുമ്പോൾ ഒരു ലോ മാത്രം പഠിച്ചു വെച്ചാൽ പോരാ. മനസ്സിലായല്ലേ? ഹെൻറീസ് ലോ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലോ മാത്രമല്ല, അതിന്റെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ പഠിക്കണം, അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പഠിക്കണം, ഓരോ അക്ഷരങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു പഠിക്കണം ഹെൻറീസ് ലോയിൽ. എന്നിട്ട് ഹെൻറീസ് ലോയുടെ എക്സാമ്പിളുകൾ, അതിന്റെ ആപ്ലിക്കേഷൻസ്, ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? ആ കാര്യങ്ങളെല്ലാം ഈ ഒരു കോൺസെപ്റ്റിൽ വരണം. അപ്പൊ എന്താണ് ഹെൻറീസ് ലോ നമ്മൾ പഠിച്ചു. എന്താണ് ഹെൻറീസ് ലോ അത് പഠിക്കുന്നു. അവർ തമ്മിലുള്ള റിലേഷൻ ഇപ്പൊ ജസ്റ്റ് പറയുകയാണെങ്കിൽ, ഹെൻറീസ് ലോ നമ്മൾ പറയുമ്പോൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? P പ്രൊപ്പോർഷണൽ M എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പം ഇത് പഠിക്കണം. പിന്നെ അതിന്റെ അവിടുത്തെ കോൺസ്റ്റന്റ്, മറ്റു കാര്യങ്ങൾ, ഏത് കോൺസ്റ്റന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്നും, ഹെൻറീസ് കോൺസ്റ്റന്റ് ഏതാണെന്നും, KH എന്ന് പറയുന്ന ഹെൻറീസ് കോൺസ്റ്റന്റ്, അതിനെ ബേസ് ചെയ്ത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, അതായത് നമ്മുടെ സ്ക്യൂബ ഡൈവേഴ്സിന് സംഭവിക്കുന്നതും മുകളിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നതും, പിന്നെ സോഡ വാട്ടറിൽ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്നതും തുടങ്ങിയ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസുകൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകാത്തത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം എവിടെ പഠിക്കുക? ഹെൻറീസ് ലോയിൽ പഠിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഹെൻറീസ് ലോയുടെ എല്ലാം ആകും.
എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിൽ പിന്നെ ഏത് ചോദ്യം വന്നാലും അല്ലെങ്കിൽ ആരേത് ചോദ്യം ഇട്ടാലും നമ്മുടെ ഉള്ളിൽ നിൽക്കും. അപ്പൊ അങ്ങനെയാണ് എടുക്കേണ്ടത്. ചുമ്മാതെ ചാപ്റ്റർ പഠിച്ചു പോവുകയല്ല വേണ്ടത്. ഒരു കോൺസെപ്റ്റ് എടുക്കുക. ഇപ്പൊ ഹെൻറീസ് ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുക്കുക. ആ കോൺസെപ്റ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും. അപ്പൊ ആദ്യം ഹെൻറീസ് ലോ പഠിച്ചു, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പഠിച്ചു, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പഠിച്ചു, പിന്നെ ഇക്വേഷൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് പഠിച്ചു, തീർന്നു. ഓക്കെ. അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും മോൾ ഫ്രാക്ഷനെ സൂചിപ്പിക്കുന്ന ലെറ്റർ കൈ ആണെന്നുള്ളതും ഒക്കെ പഠിച്ചു വെക്കണം. കൈയാണ് മോൾ ഫ്രാക്ഷൻ. അത് മോൾ ഫ്രാക്ഷന്റെ ഒരു പ്രോബ്ലം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. റൗൾസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൗൾസ് ലോ പഠിക്കുമ്പോൾ ഹെൻറീസ് ലോയുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഹെൻറീസ് ലോയിൽ പറയുന്നതും റൗൾസ് ലോയിൽ പറയുന്നതും ഏകദേശം തുല്യമായ കാര്യങ്ങൾ തന്നെയാണ്. വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഹെൻറീസ് ലോയ്ക്കകത്ത് ഒരാളെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ റൗൾസ് ലോയ്ക്കകത്ത് നമ്മൾ രണ്ട് സോൾവെന്റുകളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? P0A P0B അല്ലെങ്കിൽ സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും പാർഷ്യൽ പ്രഷറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം രണ്ടിന്റെ ഇക്വേഷൻസ് സെയിം ആയിട്ട് വരും. ഒരിടത്ത് രണ്ടുപേര് വരുന്നു, ഒരിടത്ത് ഒരാൾ വരുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതാണ് റൗൾസ് ലോ. അപ്പൊ റൗൾസ് ലോയുമായി ബന്ധപ്പെട്ടുള്ള ആ തിയറം പഠിക്കുക, അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അവിടെ നിന്ന് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷനിലേക്ക് എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും ഐഡിയ കണ്ടോ. ഇപ്പൊ ഞാൻ നോക്കിക്കേ മക്കളെ, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഐഡിയൽ എന്താണെന്നും നോൺ ഐഡിയൽ എന്താണെന്നും പഠിച്ചാൽ മതിയോ? പോരാ. ഐഡിയൽ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? അതിന്റെ ഗ്രാഫ്. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഐഡിയലിന്റെയും നോൺ ഐഡിയലിന്റെയും ഗ്രാഫ് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഗ്രാഫിലെ വ്യത്യാസം, അത് പഠിച്ചിരിക്കണം. നോൺ ഐഡിയൽ പഠിക്കുമ്പോൾ തന്നെ അറിയാം, പോസിറ്റീവ് ഡീവിയേഷനും ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷനും ഉണ്ട്. അത് കൃത്യമായി അറിഞ്ഞിരിക്കണം. പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെ, നെഗറ്റീവിന്റെ വരയ്ക്കുന്നത് എങ്ങനെ. ഗ്രാഫ് വരയ്ക്കുമ്പോൾ വളരെ കൃത്യമാണ്. അവിടെ പലർക്കും തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. ഗ്രാഫ് ആയതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ P0A കൊടുക്കുന്നു, ഇതേ അളവിൽ ഇവിടെ കൊടുക്കരുത്, താത്ത് കൊടുക്കുക P0B. ഇവിടെ ഇത് P0A ആയതുകൊണ്ട് ഇവിടെ നമ്മൾ കൈ A = 1 ആയിരിക്കണം, കൈ B = 0 ആയിരിക്കണം. ഇവിടെ അതേ സമയത്ത് കൈ A = 0, കൈ B = 1. ഇതൊക്കെ വളരെ തെറ്റിക്കുന്ന കാര്യമാണ്. സിമ്പിൾ ആയിട്ട് പഠിച്ചുകൊണ്ട് പോകും. ഇവിടെ കൈ A = 1 ആണോ കൈ A = 0 ആണെന്ന് പലർക്കും കൺഫ്യൂഷനാണ്. മനസ്സിലായോ? ആ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതാണ് ഐഡിയൽ സൊല്യൂഷന്റെയും നോൺ ഐഡിയൽ സൊല്യൂഷന്റെയും പ്രത്യേകത. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുമ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇപ്പൊ ഇത് ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫാണ്, സോറി ഒരു ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ആണെന്ന് വിചാരിക്കുക. ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ്. അപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇതിവിടെ കൂട്ടി യോജിപ്പിക്കുന്നു, അല്ലെ? ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് പി ടോട്ടൽ എന്ന് പറയുന്നത് PA + PB ആയിരിക്കും. ഈ താഴോട്ട് വരുന്ന ഗ്രാഫ് ആയിരിക്കും PA, ഈ താഴോട്ട് വരുന്ന ഗ്രാഫ് ആയിരിക്കും PB. ശരിയല്ലേ? ഇത്രയുമാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫിന്റെ അകത്ത് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ്. ഇത് നോൺ ഐഡിയൽ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഗ്രാഫ് മാറുന്നു. ഈ ഗ്രാഫ് മാറിയിട്ട് അത് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ആകുന്നു. അതായത് ഐഡിയൽ എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടീഷനിലും റൗൾസിലും ഒബേ ചെയ്യുന്നവരെയാണ് ഐഡിയൽ എന്ന് വിളിക്കുന്നത്. ഒബേ ചെയ്യാത്തവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നോൺ ഐഡിയൽ. ഐഡിയൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എഴുതാം PA = P0A കൈ A, അല്ലെ? PA എന്ന് പറയുന്നത് P0A കൈ Aക്ക് തുല്യമായിരിക്കും. എന്നാൽ അത് നോൺ ഐഡിയൽ ആകുമ്പോൾ ഇത് തുല്യമാകത്തില്ല. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ PA ഗ്രേറ്റർ ആകാം, അല്ലെങ്കിൽ PA ലെസ് ആകാം. ഇനി രണ്ടും വരാം. അതിൽ ഒന്ന് കൂടുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഡീവിയേഷൻ, കുറയുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഡീവിയേഷൻ. ഇതേയുള്ള വ്യത്യാസം. അപ്പൊ അതിന്റെ ഗ്രാഫാണ് നമ്മൾ ഇവിടെ വരയ്ക്കേണ്ടത്. അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണോ ഐഡിയലിന്റെ ഗ്രാഫ് വരച്ചത് അത് അതുപോലെ വരയ്ക്കണം. ഓക്കെ, ഇവിടെ P0A കൊടുക്കുന്നു, ഇവിടെ P0B കൊടുക്കുന്നു, ഇവിടെ കൈ A = 1, ഇവിടെ കൈ B = 0, ഇവിടെ കൈ A = 0, കൈ B = 1. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ കമ്പയർ ചെയ്യാൻ. അതായത് PA = P0 കൈ A, അത് ഈക്വൽ ടു, അതിൽ കൂടുന്നു കുറയുന്നു, ഈ വേരിയേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഡോട്ട് ഇട്ട് ഇത് വരയ്ക്കണം. ശ്രദ്ധിക്കുക, ഇത് ഡോട്ട് ഇട്ടാണ് കണ്ടോ ഇത് വരയ്ക്കേണ്ടത്. ഈ വരച്ചത് ഐഡിയലിന്റെ ആണ്.
ഈ വരച്ചത് ഐഡിയലിന്റെയാണ്. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നോൺ ഐഡിയലിന്റെയാണ്. നോൺ ഐഡിയലിന്റെ വരയ്ക്കുമ്പോൾ മുകളിൽ കൂടിയോ താഴെ കൂടെയോ കറപ്പിച്ച് വേണം വരയ്ക്കാൻ. അതായത് ഈ ഡോട്ട് ഒരു സ്കെൽട്ടൺ രൂപമായിട്ട് ഇവിടെ ഇരിക്കത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇപ്പൊ നമുക്ക് പോസിറ്റീവാണ് വേണ്ടത്. ഇതാണല്ലോ നമ്മുടെ ഈ വര. ഇതിന് മുകളിൽ കൂടി, ഇത് ഇങ്ങോട്ടാണ് വരുന്നത്, നമ്മൾ വരയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ വരയ്ക്കും. കണ്ട, ഇതും ഇതിന്റെ മുകളിൽ കൂടിക്കൊണ്ട് ഇവിടെ വെക്കുക, ഇതും ഇവിടെ മുകളിൽ കൂടിക്കൊണ്ട്. ഇതാകുമ്പോൾ എന്താകും? പോസിറ്റീവ് ഡീവിയേഷൻ ആകും. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം മുകളിൽ കൂടി സംഭവിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ. ഇനി ഇത് നെഗറ്റീവ് ആണെങ്കിലോ ഇതിൽ വരയ്ക്കരുത്. വീണ്ടും ഇതേ ഗ്രാഫ് ഞാൻ ആദ്യം കാണിച്ചതിന്റെ കൂട്ട് ഗ്രാഫ് വരയ്ക്കുക, ഡോട്ട് ഇട്ട് വരയ്ക്കുക, എന്നിട്ട് ദാണ്ടെ ഈ ഡോട്ടിന്റെ താഴെ കൂടെ വരയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടില്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞതാണ്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് പോയാലോ? കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണത്തെ കുറിച്ച് വേണ്ട. കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ള ഒറ്റ സെന്റൻസിലാണ് ഞാൻ എഴുതിയിരിക്കുന്നതെങ്കിലും 4 എണ്ണം ഉണ്ട്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉണ്ട്, എന്താണ്, ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഉണ്ട്, ഓസ്മോട്ടിക് പ്രഷർ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4ന്റെയും ഇക്വേഷനും 4ന്റെയും പ്രോബ്ലവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പിച്ചോളുക. ഒരു പ്രോബ്ലം എല്ലാ ടീച്ചറും സെലക്ട് ചെയ്യും. ഒരു പ്രോബ്ലം ഉറപ്പാണ്. ഒരു പ്രോബ്ലം നമ്മൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനാണ്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെ? അവിടെ ഞാനൊരു കോമൺ രീതിയും പറഞ്ഞിരുന്നു. ആദ്യത്തെ 3 എണ്ണത്തിനും കോമൺ ആയിട്ടുള്ള ഒരു രീതിയും ഞാൻ പറഞ്ഞിരുന്നു. എങ്ങനെയായിരുന്നു? WB/WA ഇൻറ്റു, എന്നിട്ട് ഇവിടെ എന്തോ വരണം? കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ, ഇവിടെ കോൺസ്റ്റന്റ് വരണം, ഇവിടെ നമുക്ക് ചേഞ്ച് വരണം. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ, എന്തായിരുന്നു, ഡെൽറ്റ പി വരാം, അല്ലെങ്കിൽ ഡെൽറ്റ ടി ബി വരാം, അല്ലെങ്കിൽ ഡെൽറ്റ ടി എഫ് വരാം. കണ്ട, ഇങ്ങനെ അവിടെയുള്ള ചേഞ്ച് വരണം. ചേഞ്ച് ഇൻ പ്രഷർ, ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ്, ചേഞ്ച് ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഇവിടെ കോൺസ്റ്റന്റ് വരണം. ഇതാകുമ്പോൾ P0A വരും, ഇതാകുമ്പോൾ KB വരും, ഇതാകുമ്പോൾ KF വരും. കോൺസ്റ്റന്റ് കണ്ട അവിടെ വരണം. എന്നിട്ട് ഇതിന് രണ്ടിനും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നും ഇവിടെ മാത്രം MA എടുക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ ഒഴികെ ബാക്കി 3ന്റെയും ഇക്വേഷന്റെ കോമൺ രീതിയാണ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഇക്വേഷനെ ഡിറൈവ് ചെയ്യുവാൻ വേണമെങ്കിൽ ചോദിക്കാം. 4 മാർക്കിനായിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് ഡിറൈവ് ചെയ്ത് പഠിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കേട്ടോ, അത് ഒഴിവാക്കരുത്, നന്നാകുന്നതാണ് പറയാനുള്ളത്. നിങ്ങൾ പഠിക്കുക. ഓക്കെ, അവിടെ നിന്ന് നിങ്ങൾ ഈ ഇക്വേഷൻ 4 ഒറ്റയടിക്കൊന്ന് എഴുതിയെടുക്കുക. ഇക്വേഷൻസ് 4 ഞാൻ ഒന്നുകിൽ ഈ പറഞ്ഞു തന്ന ടെക്നിക്ക് നിങ്ങൾ പ്രയോഗിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണാതെ പഠിക്കുക. എന്നിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ചോദിക്കുന്നത് ഒരു പ്രോബ്ലം മക്കളെ ചോദിച്ചാൽ, അത് ഞാൻ ഈ ചാപ്റ്റർ കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്, ഏത് ചാപ്റ്ററിലായാലും നമ്മളൊരു പ്രോബ്ലം ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഉദാഹരണത്തിന് നമ്മൾ MB കണ്ടുപിടിക്കാൻ ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? WB/RT/πV. ഓസ്മോട്ടിക് പ്രഷറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് MB = WB/RT/V. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇവിടെ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനാണെന്ന് വിചാരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ നിങ്ങളോട് ചോദിച്ചത് ഓസ്മോട്ടിക് പ്രഷർ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് ചാപ്റ്ററിൽ ഏത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാ ചാപ്റ്ററിലും പ്രോബ്ലം ഇല്ല, ഞാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ. എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ രൂപീകരിക്കണം. അതിന് പലപ്പോഴും ഇപ്പൊ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചെന്നിരിക്കട്ടെ. ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ അറിയത്തില്ല. നിങ്ങൾ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല. പേടിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ ഒരു വാല്യൂ, അതിനെ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഉൾക്കൊള്ളുന്ന ഒരു ഇക്വേഷൻ കാണും. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ MB ഉണ്ട്, WB ഉണ്ട്, WA ഉണ്ട്, ഡെൽറ്റ P വരും, P0A വരും. അപ്പൊ ഇവിടെ ഈ 4 സംഖ്യകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ തന്നെ. നമ്മൾ MB = ആണെന്ന് പഠിക്കുന്നത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭാഗത്ത് വരുന്ന ഓരോന്നും ഒരു ഇക്വേഷൻ തന്നെയാണ്.
ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം? ഓസ്മോട്ടിക് പ്രഷർ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ ആദ്യം എഴുതി വെക്കുന്നു. എന്നിട്ട് അതിന്റെ അകത്ത് നിന്ന് നിങ്ങൾ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് മാറുന്നു. എങ്ങനെ? പൈ ഈസ് ഈക്വൽ ടു WBRT ബൈ MBV. കണ്ടോ? അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ആയി. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്ക് ഏത് ചോദ്യം ചോദിച്ചാലും പ്രോബ്ലം 1-2 തവണ വായിച്ചു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ മക്കളെ. ഒറ്റയടിക്ക് വായിച്ചാൽ പലപ്പോഴും ഉത്തരം കിട്ടത്തില്ല. നിങ്ങൾ അതിനകത്ത് ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. എന്താണ്? ആദ്യം കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷൻ രൂപീകരിക്കുക. കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് WB ഉണ്ടോ, R ഉണ്ടോ, T ഉണ്ടോ, MB ഉണ്ടോ, V ഉണ്ടോ എന്ന് ക്വസ്റ്റ്യനെ നോക്കുക. എന്തായാലും ഈ വാല്യൂസ് തരാതൊരു ക്വസ്റ്റ്യൻ വരുത്തില്ല. മനസ്സിലായോ? ഈ വാല്യൂസ് വരാതൊരു ക്വസ്റ്റ്യൻ വരുത്തില്ല, ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കും, ഈ വാല്യൂസ് വന്നിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. അതിൻ്റെ അകത്ത് നിന്ന് സോൾവ് ചെയ്ത് ആൻസറിലേക്ക് വരിക. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഭാഗം കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് കൃത്യമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അത് നന്നായിട്ട് പഠിക്കാം. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇനി പഠിച്ചാൽ മതി. കൂടുതൽ ക്ലാസ് അല്ല ആവശ്യം, പഠിക്കുക എന്നുള്ളതാണ്. അവിടുന്ന് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കുന്നു, ഓസ്മോട്ടിക് പ്രഷർ, ഓസ്മോസിസ് ഒക്കെ പഠിക്കുന്നു, റിവേഴ്സ് ഓസ്മോസിസ് പഠിക്കുന്നു. പിന്നെ സൊല്യൂഷൻ പഠിക്കുമ്പോൾ ഹൈപ്പർട്ടോണിക്കും ഹൈപ്പോട്ടോണിക്കും ഐസോട്ടോണിക്കും ഒക്കെ പഠിച്ചിരിക്കണം. അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ഒരു ഭാഗമുണ്ട്, അത് നല്ല ഭാഗമുണ്ട്, കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കണം. അബ്നോർമൽ മോളാർ മാസ്, അവിടെ വൺ ഹോഫ് ഫാക്ടർ കണ്ടോ? അപ്പൊ അബ്നോർമൽ മോളാർ മാസ് ഞാൻ എഴുതിയിട്ടുള്ളൂ, വൺ ഹോഫ് ഫാക്ടർ ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യത്തുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. അബ്നോർമൽ മോളാർ മാസ് എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് 1/2 ഫാക്ടർ ഉണ്ട്. അപ്പൊ ഞാൻ എഴുതി തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. അതാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു ചാപ്റ്ററിലെ ഭാഗങ്ങൾ ഇതുപോലെ കൃത്യമായി പഠിച്ചു പോവുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അടുത്ത ഒരു ചാപ്റ്റർ എക്സ്പ്ലെയിൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം, കാര്യം നമുക്ക് സമയമില്ല. രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞത് ഒന്നാമത്തത് ഫാരഡേസ് ലോ അല്ലെ? ഫാരഡേസ് ലോയുമായി ബന്ധപ്പെട്ട് ലോയും അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഇക്വേഷൻസും എല്ലാം ഫാരഡേസ് ലോ എന്താണ്, അല്ലെങ്കിൽ ഫാരഡേസ് ലോയിൽ എന്താണ് കണ്ടന്റ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി പഠിക്കുക. അവിടുന്ന് കണ്ടക്ഷൻ ആൻഡ് കോൾറാഷ് ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൾറാഷ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത് റിയാക്ഷൻ ഓഫ് കൊറോഷൻ അല്ലെ? കൊറോഷന്റെ റിയാക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. 4 ഫ്യൂവൽ സെൽ ആൻഡ് ഗാൽവനിക് സെൽ. ഫ്യൂവൽ സെൽ ആൻഡ് ഗാൽവനിക് സെൽ. 5ാമത് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് നെർണസ്റ്റ് ഇക്വേഷൻ ആണ്. 6ാമത് ഏതായിരുന്നു? ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു ഭാഗങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ചാപ്റ്ററിൽ നിങ്ങൾ സൊല്യൂഷൻ നിർബന്ധമായിട്ട് ഫാരഡേസ് ലോ പഠിച്ചിരിക്കണം. ലോയും സെല്ലുകളൊക്കെ മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാൽവനിക് സെല്ലും ഫ്യൂവൽ സെല്ലും അതിൻ്റെ അകത്തെ കാഥോഡ് ആനോഡ് റിയാക്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എഴുതിയേ പഠിക്കാവൂ, വെറുതെ പഠിക്കരുത്. കാര്യം ഒരു അയോൺ തെറ്റിക്കഴിഞ്ഞാൽ, ഒരു പ്ലസ് ചാർജ് പോയി കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ് ചാർജ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് മാർക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, നെർണസ്റ്റ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നല്ലവണ്ണം എടുത്ത് സോൾവ് ചെയ്ത് പഠിക്കുക. അത് എഴുതി സോൾവ് ചെയ്ത് ഇതിനകത്തെല്ലാം നിങ്ങൾ എഴുതി പഠിക്കണം. ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ മൊത്തം എല്ലാ കെമിക്കൽ റിയാക്ഷൻസും അയോൺസുകളൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ഞാൻ പറഞ്ഞ എല്ലാം കൂടെ ഒറ്റയടിക്കാൻ അങ്ങ് പറയുകയാണ്. എല്ലാം ഈ റിയാക്ഷൻ ഓഫ് കൊറോഷൻ, ആ കൊറോഷനിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും എല്ലാം ലോ, അതിനകത്ത് ഏതിനാണ് കോൾറാഷ് ലോയും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പറയാം. അതുപോലെ അയോണിക് സൊല്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ ഈ ചാപ്റ്ററിൽ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്ററുകൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. കൂടുതൽ ഡൗട്ടുകൾ വരാനൊന്നും വഴിയില്ല, കാര്യം എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. കൃത്യമായി വീണ്ടും വീഡിയോ കേൾക്കുക, ക്ലാസ് എടുക്കുക, നോട്ട്സ് എടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുക, പഠിക്കുക. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അടുത്ത 2 ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ഇത് നല്ലവണ്ണം പഠിച്ചു വെക്കുക. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ബൈ മക്കളെ, ബൈ.